വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ ഓയിലാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ആ ഹെയർ ഓയിലിൻ്റെ പേരാണ് അളകമന്ത്ര. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഓയിലാണ്. ഞങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾ പാഴ്സലായിട്ടും അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വാങ്ങാറുണ്ട്. അളകമന്ത്ര ഹെയർ കെയർ ഓയിൽ എന്നാണ് പേര്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് എൻ്റെ ഹെയറിൽ. മുടി കൊഴിച്ചിൽ മാറുമ്പോൾ ചിലപ്പം ഡാൻഡ്രഫ്, പീനസം, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല അടിപൊളിയാണ്. ഇതുവരെ വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം നല്ല റിസൾട്ടാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതാണ് നിങ്ങൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ എണ്ണ എന്ന് പറയുന്നത്. ഇത് ബോട്ടിൽ വ്യത്യാസമുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും പിന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതാണ് അളകമന്ത്ര ഹെയർ കെയർ ഓയിൽ. ഇതിന് റേറ്റൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, എത്ര ml വരുന്നൊക്കെ ഉള്ളത്. അടിപൊളി പ്രൊഡക്റ്റാണ്. ഞങ്ങൾ തന്നെ വീട്ടിലുണ്ടാക്കി പാഴ്സൽ കൊടുക്കുന്നത്. നല്ല വേറെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നല്ല രീതിയിലുള്ള റിസൾട്ട് വരും ഈ ഒരു ഓയിലെന്ന് പറയുന്നത്. ഏകദേശം ഒരുപാട് പേര് വാങ്ങിച്ച് തിരക്കി വാങ്ങാറുണ്ട്. ഇപ്പം സ്കൂളിലെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, എല്ലാവരും എൻ്റെ പഠിക്കുന്ന കൂട്ടുകാരൊക്കെ വാങ്ങാറുണ്ട്. അങ്ങനെ ഫോണിൽ സ്റ്റാറ്റസും ഒക്കെ ഇടുന്ന സമയത്ത് വാങ്ങാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോഴത്തേക്ക് എല്ലാവർക്കും സപ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞാണ് ഇത് എടുത്തേക്കുന്നത്. ഞാൻ എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് ഞാൻ എല്ലാ ദിവസവും തല കഴുകും. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നതാണിത്. ഇത് പിന്നെ യൂസ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാ ഓയിൽ നമുക്ക് തേക്കുമല്ലോ. ഇപ്പം കുളിക്കുന്ന സമയത്ത് തേക്കുന്നില്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഓയിൽ തേച്ചിട്ട് മസാജ് ചെയ്യാം. അതല്ലാതെ ഓയിൽ തേച്ചിട്ട് കുളിക്കുന്നവരാണെങ്കിൽ ഓയിൽ തേച്ച് കെട്ടി വെക്കാൻ മതി. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം, അരമണിക്കൂറല്ല, ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഹെയർ വാഷ് ചെയ്യുക. അങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാം. താരന് അടിപൊളിയാണ്. നമ്മളിപ്പം കൂടുതലും ഒരു ഹെയർ ഫാള് കൂടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാൻഡ്രഫ് വന്നിട്ടാണ് കൂടുതൽ ഹെയർ ഫാള് വരുന്നത്. എൻ്റെ മുടിയിലും ഇതുപോലെ ഭയങ്കരമായിട്ട് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഓയിൽ യൂസ് ചെയ്തപ്പോഴാണ് നല്ലപോലെ ഡാൻഡ്രഫ് കുറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് വരും. നല്ല രീതിയിലേക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഇത് നല്ല രീതിയിലുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പറും റേറ്റും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞങ്ങൾ തന്നെ ഓയിൽ കൊടുക്കുന്നതാണ്. പാഴ്സലായിട്ട് കൊടുക്കും, വീട്ടിൽ വന്ന് വാങ്ങാറുണ്ട്, അങ്ങനെ ചെയ്യും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഇട്ടേക്കാം. നല്ലൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ കുപ്പി വേറെ സൈസ് ഉണ്ട്, അത് ഞാൻ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. നല്ലൊരു പ്രോഡക്റ്റാണ്. ഞാൻ എല്ലാ ദിവസവും മുടിയിൽ തേക്കുന്നതാണ്. ഞാൻ മുടി ഞാൻ എല്ലാ ദിവസവും തേക്കാറുണ്ട്. ഞാൻ മുടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടിട്ടാണ് മുടി. കാരണം മുടി ഇപ്പം ഈ ഇടയായിട്ട് ഹെയർ ഫാൾ കുറച്ച് ഇതാണ്. കാരണം സ്കൂളിലൊക്കെ പോകുന്നത് ഹെയർ വാഷ് ചെയ്യാൻ കുറച്ച് താമസിക്കും, ഇരുട്ടും. അപ്പം നനഞ്ഞോണ്ടല്ലേ. അപ്പം നനയുന്ന സമയത്ത് രാത്രി കുറച്ച് ലൂസായിട്ട് കെട്ടി വെച്ചാലും മുടി ചെസ്റ്റായിട്ട് പൊഴിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അറ്റം വെട്ടിയിട്ടേക്കാണ് മുടി ഇപ്പം. അപ്പം ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്തിട്ടിരിക്കുന്നത്. നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പം ഇതിൻ്റെ വേറൊരു കുപ്പിയും കൊണ്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇത് വേണ്ടി ഇപ്പം 4 ബോട്ടിൽസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒന്നിപ്പം ഞാൻ കാണിച്ച 2 പിന്നെ അത് കഴിഞ്ഞ് ഇതാണ് കേട്ടോ, ചെറുതുണ്ട് വലുതുണ്ട്. അതിൻ്റെ ഇത് നല്ല നമുക്ക് ഡാൻഡ്രഫ് നല്ലപോലെ മാറ്റാം, പിന്നെ ഹെയർ ഫാൾ മാറ്റാം, പിന്നെന്താണ് പീനസ് ഉള്ളവർക്ക് നല്ലതാണ്, പിന്നെന്താണ് അങ്ങനെ പിന്നെ ഉറക്ക പ്രശ്നമുള്ളവർക്ക്, തലവേദന, അങ്ങനെയുള്ള ബുദ്ധിമുട്ടിലൊക്കെ അടിപൊളിയാണിത്. അപ്പോൾ ഒത്തിരി പേര്, കുറച്ച് പേരൊക്കെ ഈ ഇടയ്ക്കൊക്കെ ഷോർട്സിനാണോ എന്നറിയത്തില്ല, ചോദിച്ചായിരുന്നു ഹെയർ കൊള്ളാം, ഹെയറിൽ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നത് ഇതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ എണ്ണ തേച്ചിട്ട് മസാജ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ കഴുകും. അപ്പോൾ ഞാനിതാണ് എപ്പോഴും ചെയ്യുന്നത്. നല്ലൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും കോൺടാക്റ്റ് ചെയ്തിട്ട് വാങ്ങുക. ഞങ്ങൾ തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അല്ല വേറെ കെമിക്കൽസ് ഒന്നും ചേർക്കുന്നില്ല. ഇവിടെ ആയുർവേദ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ വേറെ കെമിക്കൽസ് ഞങ്ങളൊന്നും ചേർക്കുന്നില്ല. ഞങ്ങളുടെ തന്നെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കി ചെയ്യുന്നതാണ്. പിന്നെ ഒരുപാട് എണ്ണ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ഉണ്ടാവണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വാങ്ങാം. പിന്നെ ഞാൻ ഹെയർ കെയർ, ഞാൻ എന്തൊക്കെ ഹെയർ കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാൻ പിന്നീട് എനിക്ക് ടൈം കിട്ടുന്നൊരു ദിവസം, ഞായറോ ശനിയോ വല്ലതും ഹെയർ കെയറിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഞാൻ എന്തൊക്കെ ഹെയറിൽ ചെയ്യുന്നുണ്ട്, ഞാൻ എന്തൊക്കെ കഴിക്കുന്നുണ്ട്, ഹെയർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കഴിക്കുന്നുണ്ട്, ഹെയർ കെയറിൽ എന്തൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ ഇടാം. ഞാൻ പിന്നെ ഹെയർ കെയർ ഒന്നും ചെയ്യുന്നതാണ്. ഞാൻ എല്ലാ ദിവസവും ഈ എണ്ണ ഉപയോഗിച്ചിട്ടാണ് കുളിക്കുന്നത്. അപ്പം കുട്ടികൾക്കായിക്കോട്ടെ, വുമൺ ആയിക്കോട്ടെ, ആണുങ്ങൾക്കായിക്കോട്ടെ,
പ്രായമുള്ളവർക്കായിക്കോട്ടെ ആർക്കായാലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഇത് യൂസ് ചെയ്യും ഒരുപോലെ. പിന്നെ ഇത് തേക്കുന്നത് നമ്മൾ നല്ലൊരു മസാജ് ചെയ്താൽ അത്രയും ഗുണം. ഒരു 4-5 മിനിറ്റൊക്കെ കൂടി മസാജ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്, നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങാം. ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഓയിലൊന്ന് നോക്കാം.